ഹലോ ഗൈസ്, അപ്പോൾ ഇതാ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇത്. എല്ലാവർക്കും മീറ്റിയസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളൊരു ചെറിയ യാത്ര പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോവാം. എൻ്റെ വീട് കോതമംഗലത്താണ്. അപ്പം ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നത് അവിടെയാണ് കേട്ടോ. ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസമായി എന്നറിയാം, പക്ഷേ വീഡിയോ ഒന്നും ഇടാനുള്ള സമയം കിട്ടിയില്ല. അങ്ങോട്ടുള്ള യാത്രയും ഇങ്ങോട്ടുള്ള യാത്രയും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീഡിയോസ് ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഇത്രയും ദിവസങ്ങളും ഷോർട്സൊക്കെ ചെയ്തായിരുന്നു കേട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഫസ്റ്റ് വ്ളോഗുമായിട്ട് വന്നേക്കുവാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. പിന്നെ ഇതാണ് വളവോട് സിറ്റി. ഞങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് എല്ലാം മേടിക്കാനും എല്ലാത്തിനും വരുന്നൊരു സിറ്റിയാണ്, ആശ്രയിക്കുന്ന സിറ്റിയാണ് വളവോട്. അപ്പോൾ ആ കണ്ട കുരിശടി നമ്മുടെ പള്ളിയുടെ കുരിശടിയാണ്. കോതപാറ ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ കുരിശടിയാണ് കേട്ടോ അത്. ഇപ്പോൾ മുന്നോട്ട് നമ്മൾ പോകുമ്പം ഒരു പള്ളിയിടം കാണാം, സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ചർച്ച്. ഇപ്പം എന്താ പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് വഴി കാണാം കേട്ടോ. 8 നോയമ്പല്ലേ, അപ്പം അവർക്ക് രാവിലെയാണ് കേട്ടോ കുർബാന. നമുക്കത് ചേച്ചിമാരൊക്കെ പള്ളിയിലേക്കാണ് കേട്ടോ. നമ്മൾ ഈ വഴി എവിടെ പോയാലും വണ്ടി ഇവിടെ ഒന്ന് നിർത്തി നേർച്ചയിട്ടിട്ടാട്ടോ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യവും വണ്ടി നിർത്തി കൊച്ച് നേർച്ചയിട്ടു. നമ്മളിതാ പിന്നെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ചെറിയൊരു മഴമൂടലൊക്കെ ഉണ്ട്, ചെറുതായിട്ട് മഴ തൂളുന്നുമുണ്ട് കേട്ടോ. വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴയും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അപ്പോൾ ദാ കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് മൂടിക്കെട്ടി നിൽപ്പുണ്ടെങ്കിലും വലിയ ശക്തിയിൽ മഴയൊന്നും പെയ്തില്ല, ചെറിയ രീതിയിലാണ് മഴ പെയ്തത് കേട്ടോ. ഇത് കണ്ടോ, AVTയുടെ തേയില ഫാക്ടറിയാണ് കേട്ടോ അപ്പുറം കാണുന്നത്. അക്കരെ AVT തേയിലപ്പൊടിയില്ലേ, അപ്പോൾ അതിൻ്റെ എസ്റ്റേറ്റാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. വാഗമണ്ണിൽ ചെന്നിട്ടാണ് നമ്മൾ പുള്ളിക്കാനം തിരിയും. പിന്നെ അവിടുന്ന് നേരെ കാഞ്ഞാറിൽ നിന്ന് തൊടുപുഴ ടു മൂവാറ്റുപുഴ ടു കോതമംഗലം. അങ്ങനെയാണ് നമ്മുടെ യാത്ര. കട്ടപ്പനകൂടി പോവാം, പക്ഷെ കട്ടപ്പനകൂടി ഒത്തിരി വഴി ദൂരമുള്ളത് കൊണ്ട് നമ്മൾ കട്ടപ്പനകൂടി പോകാറില്ല. മാക്സിമം ഈ റൂട്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അതാ നമ്മൾ വാഗമണ്ണ് എത്താറായിട്ടോ. വാഗമണ്ണ് സിറ്റി എത്താറായി. ഇപ്പം ചെറുതായിട്ട് മഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് കോട കയറിയിട്ടുണ്ട്. അപ്പം സിറ്റിയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വാഗമണ്ണിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വാഗമണ്ണ് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ലേ, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇരുവശത്തും ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഓണത്തിൻ്റെ വെക്കേഷൻ സീസണും കൂടി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നു കേട്ടോ, വാഗമണ്ണെത്തി.
വാഗമൺ സിറ്റിയിൽ നമ്മൾ എത്തിയിട്ടോ. കണ്ടോ, സിറ്റിയിലോട്ട് അടുക്കുന്തോറും മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടോ, കോട കയറി കിടക്കുന്ന കണ്ടോ. അപ്പോൾ ആ ബസ് വരുന്ന ആ റൂട്ട് കണ്ടല്ലോ അല്ലേ, ആ സൈഡിലോട്ട് അത് ഈരാറ്റുപേട്ട റൂട്ടാണ് കേട്ടോ. ആ ഭാഗത്തേക്കാണ് നമ്മൾ മുട്ടക്കുന്ന് പിന്നെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലോട്ടൊക്കെ പോകുന്ന വഴി ആ റൂട്ടാണേ. നമ്മൾ നേരെ തിരിയുക, നമ്മൾ നേരെ ഇനി പുള്ളിക്കാനം കയറുവാണ് കേട്ടോ. നമ്മളിത് പുള്ളിക്കാനം റൂട്ടിലോട്ട് കയറി. ഇപ്പോൾ ഏകദേശം ഒരു 7:15 ആയി കാണും കേട്ടോ സമയം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 6:30 ആയപ്പോഴാട്ടോ. 6:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 7:15 ആയി കാണും സമയം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ കാഞ്ഞാറ് പോകുന്ന വഴിക്കൊക്കെ ഇതാണ് അവസ്ഥ, മഞ്ഞാണ് കേട്ടോ ഈ സമയത്തും. ഞങ്ങൾ നേരത്തെ ഒരു ദിവസം അന്ന് നമ്മൾ വണ്ടിയൊന്നും എടുത്തില്ലായിരുന്നു, കാറൊന്നും എടുത്തില്ലായിരുന്നേ, നമുക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഹസ്ബൻഡിന് മേസ്ത്രി പണിയാണ്. അപ്പോൾ അന്ന് പണിയും കഴിഞ്ഞ് ചേട്ടായി വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി, 11 മണിയായി. നൈറ്റും നിന്ന് ഇച്ചിരി നേരം പണിതു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ പോകാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നേ. അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്കന്ന് പോയാലോ എന്ന് ചോദിച്ചു വീട്ടിൽ. അന്ന് പോയേക്കാന്ന് പറഞ്ഞു. ചേട്ടായി നേരെ ഒന്ന് ഫ്രഷായിട്ട് വന്ന് ഞങ്ങളൊരു 11:30 ആയപ്പോഴത്തേക്കും ബൈക്കും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ദൈവമേ, ഇവിടെ വന്നപ്പം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമുക്ക് മഞ്ഞ് കയറിയിട്ട് നമുക്ക് കടന്നു പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടിയിൽ ഹെഡ്ലൈറ്റ് അടിച്ചെങ്കിലും നമുക്ക് ആ വെട്ടമൊന്നും അടിച്ചിട്ടൊന്നും നമുക്ക് വഴി കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുപോലെ മഞ്ഞ് കയറി ഈ വഴിയൊക്കെ. ആ യാത്ര ഒട്ടും മറക്കാൻ പറ്റുകയില്ല. മോൻ കുഞ്ഞുമായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ഈ ഭാഗം ഒന്ന് കടന്ന് കിട്ടാൻ നല്ല പാടുപെട്ടു കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിനൊരു 3:30-4 മണിയൊക്കെ ആവുകയും ചെയ്തു. ചെന്നപ്പം അവിടെ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്നും ആങ്ങളമാരുടെ കയ്യിൽ നിന്നും നല്ല പോലെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ യാത്ര ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. അതെ, പിന്നെ അത്ര ഇരട്ടി വീട്ടിൽ നിന്ന് യാത്ര പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളിതാ പുള്ളിക്കാനം അടുക്കാറായിട്ടോ. അപ്പോൾ അതേ അടുക്കുന്നതിന് മുന്നേ കാണുന്ന ഒരു തടാകമാണ് കേട്ടോ. ചുറ്റും മലനിരകൾ, അതിന് താഴെയായിട്ട് ചെറിയൊരു തടാകം. ഹൈ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്ന കുറേ തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ കുറേ ഏലത്തോട്ടങ്ങളും ഒക്കെ ആണല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ വഴിനീളം കണ്ടത് മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. ഏലത്തോട്ടം നമ്മളങ്ങനെ കണ്ടില്ല. ശരിയായിട്ടോ, ഈ ഭാഗത്തേക്ക് തേയിലത്തോട്ടങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിലോട്ട് കയറിയിട്ടാണ്, അല്ല ഏലത്തോട്ടങ്ങൾ ഉണ്ടെങ്കിലും ഉള്ളിലോട്ട് കയറിയാണ്. വഴി സൈഡ് മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നത് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം പച്ച വിരിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലൂടെ നടുക്കിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. പിന്നെ ആ കാണുന്ന ഒരു വീടും മരവും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് മിക്ക സ്ഥലങ്ങളിലും കാണാം, ഈ ഒരു വീടും ഈ ഒരു മരവും. അപ്പം ഈ ഭാഗം പ്രത്യേകിച്ച് പുള്ളിക്കാനം ഈ ഭാഗം ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വേറൊരു വീടും ഇതുപോലെ കാണിച്ചു തരാവേ. നമ്മുടെ പരസ്യത്തിനകത്തൊക്കെ ഉണ്ടത്. അതെ, കൊളുന്തെടുക്കാൻ പോകുന്ന ചേച്ചിമാരാണ് കേട്ടോ. അതായത് തേയില എസ്റ്റേറ്റിൽ തേയില നുള്ളാൻ പോകുന്ന ചേച്ചിമാർ. പയ്യെ പയ്യെ മഞ്ഞൊക്കെ നീങ്ങി തുടങ്ങി.
അപ്പോൾ ഇതേ കാണുന്നത് പുള്ളിക്കാനം ചർച്ചാണ് കേട്ടോ. പുള്ളിക്കാനം പള്ളിയാണ് ആ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഫെറോന മത്സരങ്ങൾക്ക് മാതൃവേദിയുടെ ഭാഗമായിട്ട് പോയി പങ്കെടുത്ത കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഷോർട്സ് വീഡിയോസിലൊക്കെ ഞാനത് പറഞ്ഞായിരുന്നു. അന്നേരം ഈ ഇടവകയിൽ നിന്നുള്ള മാതൃവേദിയിലെ അമ്മമാരും ഉണ്ടായിരുന്നു കേട്ടോ മത്സരങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട്. ഞങ്ങൾ മത്സരങ്ങൾക്ക് പോയി. ഞങ്ങൾ മാർഗം കളിക്ക് ഫസ്റ്റ് കിട്ടി, പിന്നെ ഗ്രൂപ്പ് സോങ്ങിന് സെക്കൻഡായി പോയി. ഇനിയിപ്പം ഞങ്ങൾ രൂപതാ മത്സരങ്ങൾക്ക് ഒക്ടോബർ 1 പീരുമേടിന് പോവുകയാണ്. ഇപ്പം രൂപതാ മത്സരങ്ങൾ നടക്കുന്നത് പീരുമേടാണ് കേട്ടോ. മാർഗം കളിയാണ് എനിക്കല്ലേ ഫസ്റ്റ് കിട്ടിയത്. അപ്പം മാർഗം കളിക്ക് രൂപതാ തലത്തിൽ മത്സരിക്കാൻ ഒക്ടോബർ 1 പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ തന്നെ നമ്മൾ പുള്ളിക്കാനം സിറ്റിയോട് അടുക്കാറായിട്ട്. അപ്പം അവിടെ ചെല്ലുമ്പം വഴി രണ്ടായിട്ട് തിരിയും. ഒന്ന് DC കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നൊരു വഴി, അത് നേരെ മൂലമറ്റം ചെന്ന് കാഞ്ഞാറ് തൊടുപുഴ പോകും. ഞങ്ങൾ നേരെ തന്നെ ഇടുക്കപാറ കൂടി കാഞ്ഞാറ് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ നിന്ന് തൊടുപുഴ അങ്ങനെയാണ് പോകുന്നത്. അപ്പം ബാക്കി യാത്രകളും അതിൻ്റെ കാഴ്ചകളും എല്ലാം ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ചുകൂടെ ചെല്ലുമ്പോഴത്തേക്കും ഇതിപ്പം ഇടുക്കപാറയാകും, പുള്ളിക്കാനം സിറ്റിയാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാഴ്ചകളായിട്ട് മറ്റൊരു വീഡിയോസിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ തിരിയുവാണ് കേട്ടോ. ശേഷം അടുത്ത വീഡിയോയിൽ കേട്ടോ. ബായ്.